രണ്ടാം പിണറായി സർക്കാർ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വകുപ്പിന് കീഴിലെ റൂട്രോണിക്സ് വിജയവീഥി പഠന കേന്ദ്രത്തിന്റെ പേരിൽ നിരവധി പേരെയാണ് പാതി വഴിയിലാക്കിയത്. മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങാനെന്ന പേരിൽ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ളവർ 6000 രൂപ അടച്ച് MOUവും ഒപ്പുവെച്ചു. പിന്നീട് അങ്ങോട്ട് പഠന കേന്ദ്രവുമില്ല, സ്റ്റഡി മെറ്റീരിയലുമില്ല, അടച്ച ക്യാഷ് കിട്ടിയുമില്ല. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി പ്രദീപാണെങ്കിൽ പഠനകേന്ദ്രം തുടങ്ങി ക്ലാസും തുടങ്ങിയതോടെ ലക്ഷങ്ങളാണ് ചെലവായത്. കുട്ടികളുടെ ഫീസ് എല്ലാം റൂട്രോണിക്സ് അക്കൗണ്ടിലേക്ക് പോയതല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അന്വേഷിച്ചിട്ട് പ്രതികരിക്കാം എന്നാണ് റൂട്രോണിക്സ് നൽകുന്ന മറുപടി. ആദ്യം നമുക്ക് പ്രദീപ് പറയുന്നത് കേട്ടിട്ട് വരാം. വ്യാപകമായി പരസ്യം കൊടുക്കുകയും ബോർഡ് വെക്കുകയും ഈ അഡ്വാൻസ് കൊടുത്ത് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ പരസ്യങ്ങളും ഹോർഡിങ്സൊക്കെ സ്ഥാപിക്കുകയും അതിനുള്ള ചിലവും പിന്നെ പരസ്യം കൊടുത്ത് കുട്ടികളെ കൊണ്ടുവരാനോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ഒരു 4-5 ലക്ഷം റുപ്യ എനിക്ക് ചിലവായിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ആദ്യത്തെ ബാച്ചിൽ തന്നെ 64 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. പല പ്രാവശ്യവും റൂട്രോണിക്സിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വേറെ കോഴ്സ് തുടങ്ങുന്നുണ്ട്, ഞങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം തരാം, നിങ്ങൾക്ക് അത് തുടങ്ങാനുള്ള ഫ്രാഞ്ചൈസി തരാം. പിന്നീട് ഞാൻ ഈ CM വിത്ത് മീ എന്ന പരിപാടിക്ക് വിളിച്ച് 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ അവർ ഉടനെ പരിഹരിക്കാൻ നമ്മൾ ഇടപെടാം എന്നൊക്കെ പറഞ്ഞെന്നല്ലാണ്ട് ഇന്ന് വരെ എൻ്റെ അറിവിൽ ആർക്കും അവർ ഒരു കാശും കൊടുത്തിട്ടില്ല. ഇതുപോലെ ഒരു 25ഓളം സ്ഥാപനം ശരാശരി എന്തായാലും ഒരു ജില്ലയിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വലിയൊരു കാശ് അവർ അടിച്ചെടുത്തിട്ടുണ്ട്. TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. വലിയ PR വർക്കും പരസ്യവുമൊക്കെ സർക്കാർ നൽകിയൊരു പദ്ധതിയാണ്. ഈ പ്രദീപിനെ പോലെ ഒരുപാട് ആളുകൾ അതിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തു. പക്ഷെ അവരെല്ലാം ഇപ്പോൾ പറ്റിക്കപ്പെട്ട് തട്ടിപ്പിനിരയായി വലിയ പ്രതിസന്ധിയിലകപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ റൂട്രോണിക്സ് അധികൃതർക്ക് അങ്ങനെ ഒരൊറ്റ വാക്കിൽ അന്വേഷിക്കാം, പിന്നീട് പറയാം, അറിയിക്കാം, പറയാം എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒഴിവാകാൻ കഴിയുമോ പ്രസാദ്? കൃത്യമായ ഉത്തരം ലഭിക്കേണ്ട ഈ ചോദ്യങ്ങൾക്ക്. ഷിഹാസെ, ഗുരുതരമായ പാളിച്ചയാണ് കഴിഞ്ഞ സർക്കാരിന് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഓരോ സർക്കാരും അവരുടെ 100 ദിന കർമ്മ പരിപാടികൾ വളരെ സമുചിതമായിട്ടാണ് ഓരോ രീതിയിലും എടുക്കുന്നത്. വളരെ വ്യത്യസ്തങ്ങളായ പരിപാടികളുമെല്ലാം അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കുകയും ചെയ്യും. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് വിജയ വിധി എന്ന പഠന കേന്ദ്രങ്ങൾ PSC പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാക്കാനുള്ള തീരുമാനമെടുത്തത്. അതിനുവേണ്ടി പത്രങ്ങളിൽ അപേക്ഷയും ക്ഷണിച്ചു. അങ്ങനെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അങ്ങനെ അപേക്ഷകൾ ക്ഷണിച്ചതിൻ്റെ ഭാഗമായി ചില കമ്പ്യൂട്ടർ പഠന കേന്ദ്രങ്ങൾ ഉള്ളവർ, അല്ലെങ്കിൽ നമ്മൾ പ്രദീപിനെ കണ്ടതുപോലെ പുതുതായി കേന്ദ്രങ്ങൾ തുടങ്ങിയുമൊക്കെ ആളുകൾ ഇതിലേക്ക് കയറുകയാണ് ചെയ്തത്. അങ്ങനെ തിരുവനന്തപുരത്തെത്തി റൂട്രോണിക്സുമായി ഒരു MOUയിൽ ഒപ്പിട്ടു. അങ്ങനെ 5900 രൂപ ഇവരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞത് സ്റ്റഡി മെറ്റീരിയൽ, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ, മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങളും വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന റൂട്രോണിക്സ് ഏർപ്പാടാക്കി തരും. ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഇതിൻ്റെ ഫീസ് മുഴുവൻ വരുന്നത് അത് റൂട്രോണിക്സിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും. അതിൽ നിന്ന് 75% സ്ഥാപനം നടത്തിപ്പുകാർക്കും 25% റൂട്രോണിക്സിനും കൊടുക്കണം എന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് പോയത്. അവിടുന്ന് അങ്ങോട്ടേക്ക് തുടങ്ങിയതിന് ശേഷം പിന്നെ ഒരു വിവരവുമില്ല. ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നില്ല. പ്രദീപിനെ പോലെ അപൂർവം ചിലരാണ് സ്വന്തമായി കേന്ദ്രങ്ങളൊക്കെ തുടങ്ങിയതെങ്കിൽ ബാക്കിയുള്ളവരുടെ എല്ലാം ഈ പറയുന്ന 5900 രൂപ വീതം നിരവധി പേരുടെ സംസ്ഥാനത്ത് ആകമാനം 100 കണക്കിന് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സർക്കാർ സംവിധാനത്തെ വിശ്വസിച്ച് പൊല്ലാപ്പായ കഥയാണ് ഇവിടെ കേട്ടത്. പിന്നീട് അതിനുശേഷം ഒരു ആളനക്കവുമില്ല, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, ഒരു പ്രതികരണവുമില്ല. ചുരുക്കത്തിൽ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പ് നാട്ടുകാരെ പറ്റിച്ചത് ആദ്യമായിട്ടായിരിക്കും ഷിഹാസ്. ശരി, TV പ്രസാദാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞു നൽകിയത്.